ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ടൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ 4 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ഉപ്പും മുട്ടയും ചേർത്തിട്ട് 10 മിനിറ്റ് സിമ്മിൽ വെച്ചാണ് മുട്ട വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ മുട്ടക്കറി വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കരിയാതെ സൂക്ഷിക്കണം. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തത്. അതിനുശേഷം സവാളയും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതും അതിലേക്ക് തക്കാളി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്ത തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് ഒരു 7 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചാണ് വേവിച്ചത്. ചട്ടിയുടെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ ഏകദേശം തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകളൊക്കെ ചേർത്താം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നോളം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അടപ്പിട്ട് മൂടിയിട്ട് 5 മുതൽ 6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 6 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് മസാല ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കുകയാണ്. മുട്ടയിൽ ഞാൻ അവിടെ വരയിട്ടിട്ടുണ്ട്. മസാല ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് വരയിടുന്നത്. അതിനുശേഷം ഈ ഗ്രേവിയുടെ ഉള്ളിലേക്ക് മുട്ട നന്നായി താഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. വീണ്ടും ഒരു അടപ്പിട്ട് മൂടിയിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൊത്തമല്ലിയിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂവിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുട്ട മുഴുവനായി ചേർത്തതിന് പകരം നിങ്ങൾക്ക് വേവിച്ച മുട്ട പകുതിയായി കട്ട് ചെയ്തിട്ട് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റ് കൂടെ മസാലയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു സ്വാദായിരിക്കും. ഇനി മുട്ടക്കറി പല തരത്തിലുണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ വരുന്ന വീഡിയോകളിലായി ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനലും അതിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.